ഇന്ന് ക്രാഫ്റ്റ് വീഡിയോ ഒന്നല്ല കേട്ടോ, ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. ഞാൻ പണ്ട് മുതലേ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാൻ വരുന്ന ഷോപ്പാട്ടോ ഇത്. ഷോപ്പ് വരുന്നത് നമ്മുടെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്. ദാ ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇന്ന് എനിക്ക് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ടായി. ലിസ്റ്റ് എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ലിസ്റ്റിലുള്ള സാധനങ്ങളൊന്നും ഇന്ന് ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ വലിയ ലിസ്റ്റൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്കൊരു LED ലൈറ്റ്സ് വേണമായിരുന്നു, പിന്നെ തെർമോക്കോൾ ബോൾസ് ഇല്ലേ, അത് വേണമായിരുന്നു. അപ്പം നമ്മൾ ഷോപ്പ് ചെയ്താട്ടോ. ഇപ്പം ഇവിടെ കയറിയാൽ സമയം പോകുന്നത് അറിയേയില്ല. മോനെ അങ്കൻവാടിയിൽ വിട്ടിട്ടാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ അവനെ കൂട്ടവും വേണം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഒരുമാതിരി ആക്രാന്താണ്. ഏതെടുക്കണം എന്തെടുക്കണം എന്നൊരു കൺഫ്യൂഷനായിരിക്കും. അതുകൊണ്ടാണ് ലിസ്റ്റ് എടുത്തിട്ട് വന്നത്. പക്ഷേ ലിസ്റ്റിലുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് കണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ തോന്നും. പൈസ പോകുന്ന വഴി അറിയില്ലേ. ഈ ഒരു ക്ലേ എടുക്കണോ വേറെ ഏതെങ്കിലും ക്ലേ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അതിനിടയിൽ ഈ ഒരു കുപ്പി കയ്യിൽ കിട്ടി. നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ എടുത്ത പോലെ തന്നെ തിരിച്ചു വെച്ചു. ഇതുപോലത്തെ ഹോമിയോൻ്റെ കുപ്പി ഞാൻ വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പി നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വലിയ ക്ലേ തന്നെ എടുത്തു കേട്ടോ. ലിസ്റ്റിലുള്ള ഒരു സാധനം ഇതായിരുന്നു. ഇതിൻ്റെ 2-3 പാക്കറ്റും വേറെ കുറച്ച് സ്റ്റിക്സ് കൂടി ഞാൻ എടുത്തായിരുന്നു. എല്ലാം കൂടി പാക്കാക്കി ബില്ലാക്കിയിട്ട് നേരെ കാറിലേക്ക് വെച്ചു. ഇനി നമുക്ക് വേഗം പോയി മോനെ കൂട്ടാട്ടോ. അവന് അങ്കൻവാടി പോവാൻ വലിയ താല്പര്യമില്ലെങ്കിലും വരുമ്പോൾ നല്ല ഉഷാറായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ബാക്കി പിള്ളേരൊക്കെ പോയി. അവനിതിപ്പോൾ എൻ്റെ അടുത്തേക്ക് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വരുവാണേ. ഇന്ന് 3 മണി കഴിഞ്ഞതുകൊണ്ട് ബാക്കി പിള്ളേരൊക്കെ പോയി. എല്ലാവരും ഓട്ടോയിലാണ് പോവുക. അവനെ ഞാൻ തന്നെ കൂട്ടാൻ പോകണമെന്ന് അവന് നിർബന്ധമാണ്. അപ്പോൾ വലിയ കാര്യത്തിൽ വണ്ടി ഉണ്ടെന്ന് വിചാരിച്ച് പോവുക. അപ്പം ഞാൻ പറഞ്ഞു നടന്നിട്ടാണ് വന്നത്, നമുക്ക് നടക്കാമെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ നടക്കൂല, എന്നെ എടുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒക്കത്തേക്ക് ചാടിക്കയറും കേട്ടോ. ഒട്ടും നടക്കില്ല. അപ്പം മെയിൻ റോഡിലേക്ക് വണ്ടി വെച്ചിട്ട് അവിടത്തേക്ക് നടന്നാണ് ഞാൻ പോയത്. കാരണം അങ്ങോട്ടേക്ക് വണ്ടി കയറില്ല. അപ്പം അങ്കവാടിയത്തെ വിശേഷങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് വീടെത്തി. അപ്പോൾ ഇത് നമ്മുടെ ജൂലിക്കുട്ടിയാട്ടോ. എപ്പോൾ വന്നാലും വാലാട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തന്നാലോ. ഈ ഒരു ബുക്ക് മേടിച്ചു, ഈ ഒരു ലീഫ് മേടിച്ചു, വാർണിഷ് മേടിച്ചു, കുറേ സ്റ്റിക്ക് മേടിച്ചു. പിന്നെ ആദ്യം കണ്ട ക്ലേ ഇല്ലേ, അതുകൂടി മേടിച്ചു. ഇത്രയൊക്കെ ഞാനിന്ന് മേടിച്ചുള്ളൂ.